ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇന്നത്തെ ഈ ദിവസത്തില് വെള്ളിൽ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പാരായണം നടക്കുന്നത്. വെള്ളരി സമിതി നമുക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് സമിതിയുടെ നല്ലൊരു സമിതിയാണ് വെള്ളരി സമിതി. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വിശകലനം ചെയ്യാൻ വന്നിരിക്കുന്നത് കോളിമാട് സമിതിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശിവദാസനാണ്. ശിവദാസനെ എല്ലാവർക്കും അറിയാം. സേവാഭാരതിയിലൂടെ പൊതുപ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ശിവദാസൻ നമ്മുടെ ഇന്നത്തെ വിശകലനത്തിലേക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്വാഗതവും നന്ദിയൊക്കെ അർപ്പിക്കാനായിട്ട് നമ്മളുടെ സമിതിയുടെ പ്രവർത്തകർ ഇവിടെയുണ്ട്. എല്ലാവരെയും നമുക്ക് ഈ ഒരു ഉദ്യമത്തിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കി തരുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ വെള്ളരി സമിതിയുടെ പ്രസിഡന്റായിരിക്കുന്ന കൃഷ്ണദാസിനെ ഞാൻ ക്ഷണിക്കുകയാണ് ആദരപൂർവം. എല്ലാവർക്കും നമസ്കാരം. രാമായണ പാരായണം ഓൺലൈൻ വേദിയിൽ ഒരുക്കി തന്ന തമിഴ്നാട് സമിതിക്കും WCSS വെള്ളരി സമിതിയുടെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ പാരായണം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രീമതി ദേവയാനി വെള്ളരി, അതുപോലെ തന്നെ കാർത്തിയായനി ചന്ദനഞ്ചിറ, കൂടാതെ ജയശ്രീ വെള്ളരി, അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. സന്ദേശം നൽകുന്ന ശ്രീമാൻ ശിവദാസ് കോളിമാട്, അദ്ദേഹത്തിന്റെ പങ്ക് ഈ പരിപാടിക്ക് വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. പരിപാടിക്ക് ശ്ലോകം ചൊല്ലുന്ന ശ്രീമതി ആതിര നെല്ലാക്കണി അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും വെള്ളരി പ്രാദേശിക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പാരായണത്തിനായി ആദ്യമായി ദേവയാനി വെള്ളരി അവർകളെ ക്ഷണിക്കുന്നു. ഉജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സീതാപഹരം. അന്തരം കണ്ടു ദശകന്ധരൻ ബാന്ധനായ അവതരിച്ചിടിനാനവേനിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയാജാംഗമേ വന്നു നിന്നിതു ദശാസ്യനം. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നക്തസംഭുജ ഭക്യ ഫലമൂലദികളും ദത്തസ്വാഗത വാക്യ മുക്ത പിന്നെയും ചൊന്നാൾ. അത്രവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്തലാഭങ്ങൾ കേട്ടു സത്തരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലാവിലോചനെ കാമിനിയാങ്കിനിയ രാമലെ ചൊല്ലിടു നീ കമിതാവരം നകും. നിഷ്ഠുരജാതികളം രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരിമണി താനെ വാഴുന്നതെന്തോ ആയുധ പാണികളുമില്ലല്ലോ സഹായമായി. നിന്നോടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ നിന്നോടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനി പതി വരനമയോധ്യാധിപതി. വധമില്ലാതെ ദശരഥനാം നൃപാധിപൻ ജ്യേഷ്ഠനന്ദനായ രാമനത്ഭുത വീര്യൻ.
തന്നോടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാ മനോജനും ലക്ഷ്മണേ എന്നു നാമം. ഞങ്ങൾ മൂവരും പൃഥുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനു മതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയ ഞാൻ അറിഞ്ഞിതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശിലെ ഫലെ പങ്കജ വിലോചനെ പഞ്ചബാണാദിവാസി. പൗലസ്ത്യതനയനം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലെ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ ഒരണം മായാസാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരി നാഥേ. താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലു മരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണ വാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോ ലേവം നീ ചൊല്ലും നാകിൽ ശ്രീരാമദേവൻ തന്നാൽ. സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനിപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരി പത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണേനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായം നേരം. ഓം ഹരിശ്രീ ഗണപതി നമഃ. ഓം ഹരിശ്രീ ഗണപതി. രാമനും മായാമൃഗ വേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണി മാരീചാസുരവെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുന ആഗമകാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താൻ ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതോ മറിഞ്ഞീലല്ലോ പരമാത്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരും. രക്ഷോനായകൻ കൊണ്ടുപോയതു മായാസീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാടി കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയിച്ചല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെ എന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു. വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. ഉത്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമാ അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാകേണ ചെയ്യും ഭക്തന പ്രിയാ സേനെ. മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ. പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ചവരജ് നോടരുൾ ചെയ്തിടിനാൻ.
വർണ്ണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബല, എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടക ജാതികൾ എന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും. അഗ്രേ നിന്നുടനുടൽ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ഉഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവ നാദമെന്നുരക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കണേ എന്നരുൾ ചെയ്തു. ഇത്തരം നാദം ഭ്രാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസരുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഉര ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയോ മുര ചെയ്താൽ എന്നോട് പലതരം. ഇന്നിവയെല്ലാം ഇപ്പോൾ നിന്തിരു മുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്നിപ്പാൻ വിടകൊണ്ടേൻ, എങ്കിലും പിഴച്ചിതു പോന്നിതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? ദോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൽ നിഷ്കളനാത്മാരാമൻ നിർഗുണാനാത്മാനന്ദൻ. പല്ലവേ സീതേ, മൈഥിലീ നാഥേ, ജാനകി ദേവി, മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വിളിച്ചെത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജ്യേഷ്ഠണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവ്രന്നുമേ പറഞ്ഞിടുകിൽ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? ഇത്തരമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്തരം നിങ്ങളെ തിരഞ്ഞെത്തുമേ കണ്ടില്ലല്ലോ. ശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയോ മടുത്തു കാണായിതോ മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാര നീ. തന്നെങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യ രാക്ഷസൻ അവനോട് ഓർ ചെയ്തിടിനാൾ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിത കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാതുതാനൻ കിടക്കുന്നതത്ര നീ കണ്ടീലയോ?
കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത്ര ഹൃദയനായി പക്ഷിരാജനം ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകും നേരം അറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു, മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ, വെട്ടിനാൽ ചത്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ, കുഷ്ഠവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായകൻ ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നു കൃപാനിധേ തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നുതൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ. നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലഹോ മമ വല്ലഭാ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലതു വരുവാനിത അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടുമെണ്ണം മരിപ്പാവനാകാശം മാത്രമാകയാലും ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളാഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയൊരടിയനെ ബന്ധുകസുമ സദൃകര തലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൾ മന്ദമന്ദം പൂർണ്ണാത്മനാന്തം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിരം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശ അർണോജനേത്രൻ പൃഥുമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെയൊടുത്തുത്സംഗമീ ചേർത്തി ഉത്തരകാര്യർത്ഥമായി സോദരനോട് ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിടിനാൽ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചു ക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൽ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പ്രദത്തമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടൂരു ജടായുവും ശങ്കാരി ഗദ പത്മ കുട പീതാംബരാദി രൂപം പൂണ്ട വിഷ്ണു ഭാഷ്ണതന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ്സാ സകല വിഖ്യാതനായി കാണായി വന്നു. സന്നദ്ധ കർത്തൃത്വത്തോടും ഉയരെ കൂപ്പി തൊഴുന്ന ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. വെനടംചെട്ടി സമുദായ സംഘടനയുടെ അതേപോലെ തന്നെ വനിതാവേദിയുടെ അതിനോടൊപ്പം രാമായണ പാരായണ സമിതിയുടെ എല്ലാവരുടെയും സാരഥികളെ അതുപോലെ തന്നെ പ്രിയ കുടുംബാംഗങ്ങളെ അതിനോടൊപ്പം ഇന്ന് സീതാവതരണം 12ാം ദിവസം ഭംഗിയായിട്ട് വായിച്ച വെള്ളരി സമിതിയിലെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സാദര നമസ്കാരം. നമുക്കറിയാം ഭാരതം ലോകത്തിന് നൽകിയ അമൂല്യമായ ഒരു സംഭാവനയാണ് രാമായണോതിഹാസം അഥവാ രാമന്റെ യാത്ര. ശ്രീരാമൻ കൂട്ടരും വനവാസകാലത്ത് പഞ്ചവടിയിൽ പർണശാല കെട്ടിക്കൊണ്ട് വസിച്ചിരുന്ന കാലത്ത് ഒട്ടനവധി തരത്തിലുള്ള ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിനെല്ലാം കാരണമായിട്ടുള്ളത് താനും
രാവണന്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖയാണ് താനും. നമുക്കറിയാം സുന്ദരി വേഷം പൂണ്ട് വിവാഹാലോചനയുമായിട്ട് വന്നു. അത് പറ്റില്ലെന്ന് പറഞ്ഞ് നിരസിച്ചതിന്റെ പേരില് പിന്നീട് ഹരനായിട്ടുള്ള പിന്നെ സഹോദരനെ കൊണ്ട് രാക്ഷസന്മാരെ കൂട്ടി വന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തു. അതുപോലെ സീതയെ മിഴുങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒട്ടനവധി തരത്തില് രാക്ഷസ കൂട്ടര് ശ്രീരാമനെയും കൂട്ടരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ അതിലൊന്നും ശ്രീരാമനും കൂട്ടരും പരാജയപ്പെടില്ലെന്നും ശ്രീരാമൻ ശക്തനാണെന്നും തിരിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തില് അവർക്ക് നേരായ വഴിയിലൂടെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന സത്യത്തെ അവർ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ പിന്നീട് മാരീചനെ കൊണ്ട് പൊന്മാനിന്റെ വേഷം കെട്ടിച്ച് സീതയുടെ സംരക്ഷണം ശ്രീരാമനിൽ നിന്നും മാറ്റുക എന്ന ലക്ഷ്യം അവിടെ ഉപയോഗിച്ചു. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു താനും. ഇത്തരത്തില് ഒട്ടനവധി തരത്തില് ഈ നമ്മൾ വായിച്ചിട്ടുള്ള വിഷയത്തില് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മണരേഖയും രാവണന്റെ ഭിക്ഷുവേഷവും പുഷ്പക വിമാനവും എല്ലാം തന്നെ ഇതിൽ വളരെയേറെ പ്രാധാന്യമേറിയിട്ടുള്ള വിഷയങ്ങളാണ് താനും. പക്ഷെങ്കില് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നേരായ വഴിയിലല്ലാണ്ട് പൊന്മാനിന്റെ വേഷം മാരീചനെ കൊണ്ട് കെട്ടിച്ചുകൊണ്ട് അതിൽ മോഹാലസ്യപ്പെടുത്തി സീതയെ രാമനോട് ആ മാനിനെ പിടിച്ചു തരാൻ വേണ്ടി പറയിപ്പിക്കുന്ന ഒരു സന്ദർഭം, ആ സന്ദർഭത്തെ ഇന്ന് ആധുനികപരമായിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് രാമായണവുമായിട്ട് അല്ലാത്ത ഒരു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ശ്രവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് ഉറുമ്പുകൾക്കൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ ഉറുമ്പുകൾ തന്നെയായിരുന്നു രാജാവും പ്രജകളും അതുപോലെ തന്നെ പട്ടാളവും എല്ലാം ഉറുമ്പുകൾ തന്നെയായിരുന്നു. അങ്ങനെ അവര് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ വില്ലനായി വന്നു മനുഷ്യൻ. അങ്ങനെ ആ ഒരു ഗ്രാമത്തിലെ ഉറുമ്പുകളെല്ലാം ചവിട്ടിക്കൊന്നുകൊണ്ട് മനുഷ്യൻ അതിന് അങ്ങനെ മുതിർന്ന സമയത്ത് അവിടുത്തെ പ്രജകള് അല്ലെങ്കിൽ അവിടുത്തെ ഉറുമ്പുകളാവുന്ന പ്രജകള് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന് ചവിട്ടി കൊല്ലുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, അതിനൊരു പരിഹാരം വേണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തില് അവിടുത്തെ ഉറുമ്പ് പട്ടാളമാകുന്ന ഒരു ബറ്റാലിയനെ അവിടെ ഉറുമ്പ് രാജാവ് പറഞ്ഞുവിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവര് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരുന്ന സമയത്ത് വീണ്ടും രാജാവ് ഒരു ബറ്റാലിയൻ ഉറുമ്പുകളെ കൂടെ അവിടേക്ക് പറഞ്ഞു വിട്ടു. ആ സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാൻ ഇന്നത്തെ പോലെ നമുക്ക് ഫോൺ വിളിച്ച് ചോദിക്കാനും കഴിയില്ലല്ലോ. അന്ന് അത്തരത്തിലുള്ള സംവിധാനമൊന്നും ഇല്ലതാനും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവരെയും കാണാണ്ടായിരുന്ന സമയത്ത് രാജാവും പരിവാരനും കൂടി നേരെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ ചോട്ടില് മനുഷ്യൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവര് വളരെ സന്തോഷിച്ചു. എന്തായാലും ഈ ബറ്റാലിയൻ ഉറുമ്പുകളെല്ലാം കൂടി ചേർന്ന് മനുഷ്യനെ കൊന്നിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവരെ ഈ രാജാവും പരിവാരവും കൂടി അവിടെ ചെന്ന സമയത്ത് അവരുടെ ഒച്ച കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ മനുഷ്യൻ എന്ത് ചെയ്തു? തിരിഞ്ഞു കടന്നു. സാധാരണ മലന്ന് കിടന്നിരുന്ന മനുഷ്യൻ കവിഴ്ന്നു കിടന്നു. അങ്ങനെ ഈ ഉറുമ്പുകളെല്ലാം തന്നെ മനുഷ്യന്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോ ഈ മനുഷ്യൻ മലന്ന് കിടന്ന മനുഷ്യൻ കവിഴ്ന്നു കിടന്നോട് കൂടിയിട്ട് അതിന്റെ ഉറുമ്പുകളെല്ലാം അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചുപോയി. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്ന സമയത്ത് മനുഷ്യൻ യഥാർത്ഥത്തിൽ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അതിന്റെ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചില്ലയിൽ ഉണ്ടായിരുന്ന തേൻകൂട്ടിൽ നിന്ന് തേന് മനുഷ്യന്റെ മേത്ത് ഉറ്റുറ്റു വീഴുന്നുണ്ടായിരുന്നു. ഈ ഉറുമ്പുകള് മനുഷ്യനെ കൊല്ലാൻ പോയിരുന്ന പട്ടാളമാകുന്ന ഉറുമ്പുകള് ഈ തേന് കണ്ട സമയത്ത് ലക്ഷ്യത്തെ മറന്നു. എന്തിനാണ് പോയേ? ആ ലക്ഷ്യത്തെ മറന്ന് എന്ത് ചെയ്തു? തേൻ കുടിക്കുന്നതിൽ പെട്ടു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഉറുമ്പുകൾക്ക് എല്ലാവർക്കും തന്നെ ആ ലക്ഷ്യബോധത്തെ മറന്നതുകൊണ്ട് മനുഷ്യനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഉറുമ്പുകളെല്ലാം തന്നെ ഇതിനടിയിൽപ്പെട്ട് മരിച്ചുപോയി. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സീതാദേവിയെ മോഹാലസ്യത്തിൽ ആഴ്ത്തി പൊന്മാനെ കാണിച്ച് ശ്രീരാമനെ അവിടെ നിന്ന് അകറ്റാൻ ശ്രമിച്ചതുപോലെ അകറ്റിയതുപോലെ ഇവിടെ ഇന്ന്
നമ്മുടെ ആധുനിക ലോകത്തിലെ നമ്മുടെ കുട്ടികളും അതുപോലെ യുവാക്കളും ഇന്ന് പലതരത്തിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് പുറം ലോകത്തിലേക്ക് പോകുന്ന സമയത്ത് NDMA തുടങ്ങി പലതരത്തിലുള്ള പ്രലോഭനങ്ങളില് വീണു പോകുന്നു എന്നതിനെ അത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ചിന്തയായിട്ട് കൂടി നമുക്ക് ഈ സന്ദർഭത്തെ ഉപയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യുവാക്കളെ ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ശ്രീറാം. രാമായണത്തെക്കുറിച്ച് ഒരു ചെറിയ വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കാം. ഭാരതത്തിലെ 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. രാമായണം ആദ്യ കാവ്യമായ രാമായണം, ഇത് മഹത്തായ രാമായണവും അതിൻ്റെ മഹത്തായ സന്ദേശം ഗ്രാമങ്ങളിലും വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ രാമായണ പാരായണത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതോടൊപ്പം തന്നെ ആദി കവിയായ വാൽമീകി മഹർഷിയും അതോടൊപ്പം തന്നെ മലയാള ഭാഷയുടെ പിതാവുമായ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് ഇന്നത്തെ ചെറു തലമുറകളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ രാമായണ പാരായണത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഓൺലൈനിൽ കൂടെ കഴിഞ്ഞ വർഷം വരേക്ക് നാം രാമായണ പാരായണം ആചരിച്ചുവെങ്കിലും ഈ വർഷം നൂതന രീതിയിൽ കൂടെ ഓൺലൈൻ വഴി എല്ലാ വീടുകളിലും രാമായണ പാരായണം എത്തിക്കുകയും അത് നേരിട്ട് കാണുകയും അതിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുവാനുള്ള ഏർപ്പാട് ചെയ്തിരുന്ന നമ്മുടെ WCSS തമിഴ്നാട് ഘടകത്തിൻ്റെ പിന്നണി പ്രവർത്തകരെ ഞാൻ ആദ്യമായി അവർക്ക് വെള്ളേരി പ്രാദേശിക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച വെള്ളേരി പ്രാദേശിക സമിതി പ്രസിഡന്റ് ശ്രീമാൻ കൃഷ്ണദാസ് അവർക്ക് പ്രാദേശിക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിലുപരിയായിട്ട് പ്രധാനമായിട്ടും ഈ പാരായണത്തിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന വെള്ളേരി പ്രാദേശിക സമിതിയിലെ അംഗങ്ങളായ ശ്രീമതി ദേവയാനി, രണ്ടാമത് ശ്രീമതി കാർത്തിയായനി, മൂന്നാമത് ശ്രീമതി ജയ എന്നിവർക്കും വെള്ളേരി പ്രാദേശിക സമിതിയുടെ പേരിൽ ഞങ്ങളുടെ അഗത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ചും പറയേണ്ടത് ഇന്ന് സന്ദേശം നൽകിയ ശ്രീമാൻ ശിവദാസൻ കോളിമാട്, ഇത് പൊതുപ്രവർത്തനം കൂടിയാണ്. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ മാസാന്തര മീറ്റിങ്ങിൽ ഇതിൻ്റെ പാളിച്ചകൾ എന്തെല്ലാമാണ്, അത് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, അത് ഏത് രീതിയിലാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്, ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം ഒരു ചെറിയൊരു പഠന ക്ലാസ് കൂടി അന്ന് അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ചില ശ്രദ്ധകളും ചില പാളിച്ചകളും എല്ലാം നമുക്ക് സംഭവിക്കാറുണ്ട്. അതിൻ്റെ ലൈറ്റിൻ്റെ അറേഞ്ച്മെന്റുകൾ, ശബ്ദ സ്വീകരണം, ഇതെല്ലാം വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് വേണ്ട ഇതിൻ്റെ രാമായണ മാസം ഓൺലൈനായിട്ട് എല്ലാ വീടുകളിലും എല്ലാവർക്കും എത്തിക്കണമെന്നുള്ള ഒരു ശപഥം എടുത്തമായിരിക്കും. അതായത് ഈ പ്രവൃത്തി വളരെ ഭംഗിയായിട്ട് നടക്കണം. കാരണം ഇത് കാണുന്നവർക്ക് അലോസരമായി തോന്നാൻ പാടില്ല എന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിച്ച് അന്ന് സംസാരിക്കേണ്ടത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് WCSന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ രാമായണ പാരായണത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രോതാക്കളായി ഒന്നുചേർന്നിരിക്കുന്ന വെള്ളേരി WCSന്റെ ഭാരവാഹികൾ, അതിൻ്റെ പ്രവർത്തകർ, അതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക് ശ്രോതാക്കളായി വന്ന അവർക്കും ഈ പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്ത വെള്ളേരി മണികണ്ഠൻ മാസ്റ്റർ, അവരുടെ കുടുംബം, അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടും പറയേണ്ടത് സൂരജ്, സുദിന, സാങ്കേതിക വിദ്യകൾ കൂടെ നല്ല രീതിയിൽ നമുക്ക് അത് പ്രേക്ഷകരെ, കാണികളെ, ശ്രോതാക്കളെ അത് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നല്ല രീതിയിൽ അത് ക്രമീകരിക്കുകയുണ്ടായി. അതുപോലെ ഞങ്ങളുടെ ഒരു വിജയം കൂടിയാണ്. കാരണം അവർ കൂടി ഈ വെള്ളേരി പ്രാദേശിക സമിതിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുണ്ട്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിലേക്ക് ശ്ലോകം ചൊല്ലുന്നതിനായിട്ട് ശ്രീമതി
ആതിര നെല്ലാക്കണി അവരുകളെ ഞാൻ സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൂർവം നാമതപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീവർദ്ധനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം.